ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത്രയും എനർജിയിലൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് എണീറ്റതാണ്. എനിക്ക് ഇഷ്ടമല്ല രാവിലെ എണീക്കാൻ. പക്ഷേ 5 മണിക്ക് എണീക്കേണ്ട ആവശ്യമാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്. ഒന്നാമത്തെ എനിക്ക് ഉറക്കാൻ വരുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ എനിക്ക് ഭയങ്കര ഒരു ഇച്ചിങ് പോലെ ആയിട്ട് ചുമയൊക്കെ വരുമായിരുന്നു ഉറങ്ങുമ്പോൾ. ഇപ്പോഴും ഇത് സൗണ്ടൊക്കെ ഒരുമാതിരി ആയിട്ടിരിക്കുന്നത്. സൗണ്ടൊന്നും എനിക്ക് ശരിയായിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഞാൻ അത് എണീറ്റു. ഇനി ബാക്കി എൻ്റെ പ്രഭാത കർമ്മങ്ങൾ. ആദ്യമായിട്ടായിരിക്കും കുറേ കാലത്തിന് ശേഷം രാവിലെ എനിക്ക് പ്രഭാത കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇട്ടിട്ടാ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ പ്രഭാത കർമ്മങ്ങൾ ചെയ്യട്ടെ, എന്നിട്ടൊന്ന് ചൂടുകളൊക്കെ കുടിച്ച് റെഡിയായി വരാം. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് അല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം കളയാതെ ക്ഷണപ്പെടാതെ കാര്യങ്ങൾ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ പാനിക്കാവും. എനിക്ക് നേരത്തെ എത്തണം. എനിക്കൊരു 3 മണിക്കൂർ മുന്നെയാണ് ചെക്കിങ് എങ്കിൽ എനിക്കൊരു സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ എനിക്കൊരു 4 മണിക്കൂർ മുന്നേ എത്തണം. അപ്പം ഇങ്ങനെ ഈ 4 മണിക്കൂർ മുന്നേ എത്താനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. വിജയകരമായി ഞാൻ തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി. മേല് കഴുകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പാണ്. എനിക്ക് അത്രയും സഹിക്കാൻ വയ്യ. അപ്പോൾ ഇന്ന് ഈ മുഖം ഒന്ന് മിനുക്കാം. ഫ്ലൈറ്റിൽ പോകുമ്പോൾ എന്തിനാ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ അതൊക്കെ രസം. അപ്പം ഞാനൊന്ന് മോയ്സ്ചറൈസർ ഇട്ടു. ഇനി കുറച്ച് സൺസ്ക്രീൻ ഇടാം അല്ലേ. അതെ, ഞാൻ റെഡിയായി. ഇതൊക്കെയാണ് എൻ്റെ, കുഴപ്പമില്ല, കണ്ണൊക്കെ എന്തോ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ശരിയാവുമായിരിക്കും. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ ഈ ഒരു ഉടുപ്പും പിന്നെ ഈ ഒരു ഹുഡി ജാക്കറ്റുമാണ് ഇടുന്നത്. കാരണം ഇവിടെ നിന്ന് മാത്രമേ കുറച്ച് തണുപ്പുണ്ടാവുള്ളൂ. പിന്നെ ഫ്ലൈറ്റിലൊക്കെ മറ്റേ പുതപ്പ് കിട്ടും. പിന്നെ ഇതുകൂടാം. എത്തുന്ന സ്ഥലത്ത് അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് മതി. ഇതാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് സൗകര്യമാണ്. മുടിപ്പൊച്ച് കിടക്കാനാണെങ്കിലും. ഓക്കെ, ഇങ്ങനൊരു ബുക്കിനകത്ത് ഞാൻ ഇന്നത്തെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്പോർട്ടായി, ചാർജർ എടുത്തു, ലഗേജ് എടുത്തു, ലഗേജ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ബുക്കിനകത്ത് ഞാൻ ചെക്ക് ലിസ്റ്റൊക്കെ എഴുതിയൊക്കെ. ഇതുപോലെ ഒരു കുഞ്ഞൊരു ബുക്ക്. എനിക്ക് ഫോണിൽ നോട്ട്സ് എഴുതുന്നേക്കാളും ഇതുപോലെ ബുക്കായിട്ട് എഴുതുന്നത് ഇഷ്ടം. എന്തായാലും അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വീടൊക്കെ നോക്കാം, എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത് ഞാൻ റെഡിയായി ഇറങ്ങാൻ പോവാണ്. ഇത് നല്ല ഇരുട്ടാണ് പുറത്ത്. ഇപ്പോൾ പുറത്തിറങ്ങി എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും നമുക്കിനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ബാക്കി എന്താ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഓഫീസിൽ പോകും. ഇവിടെ നിന്ന് ഒരു 30 minutes ആണ് നമ്മുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക്. ട്രാഫിക് ഇല്ലെങ്കിൽ ഒരു 15 minutes എത്തേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ സമയം 6:23. അത് വേറെ സമയമാണ്, അതല്ല ഇപ്പോഴത്തെ സമയം. അപ്പോൾ ഡേ ലൈറ്റ് സേവിങ് ഒക്കെ കഴിഞ്ഞാൽ 1 മണിക്കൂർ പുറകിലോട്ട് പോകും. 6:23 നമ്മളപ്പോൾ ഒരു 6:40 ആകുമ്പോൾ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പോവാണ് ജിത്തു. എന്ത് സന്തോഷത്തോടെ പോവാണ്. നമ്മൾ വിജയകരമായി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. നമ്മളിതിന് വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ അപ്പോൾ നമ്മളൊരു 1 hourലേക്ക് പാർക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. 6:30 to 7:45. യെസ്. അപ്പോൾ ഇവിടെ 1 hourൽ എനിക്ക് $10 എന്തോ ആണ്. എന്തായാലും എക്സ്ട്രാ വരുമോ നോക്കാം. ഇതിൻ്റെ പോക്ക് കണ്ട ഞാനെന്തോ ഫ്ലൈറ്റ് ഇനി കൂടി ചെക്ക് ഇൻ ചെയ്യാൻ ഇനി ഒരു 5 minute കൂടി ബാക്കിയുള്ള പോലത്തെ പോക്ക് ഓടുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ട്. അത് മതി, ധാരാളം. കണ്ടോ, നല്ല തണുപ്പുണ്ട്, പോക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ചെക്ക് ഇൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് കാണിക്കാൻ പറ്റുമോ എനിക്ക് തോന്നില്ല. എനിക്കറിയില്ല ജിതിനെന്തിനാ ഓടണേന്ന്.
പ്രിന്റ്. ടാറ്റാ. അപ്പോൾ അത് ചെക്ക് ഇൻ ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മിഡിൽ സീറ്റാണ് കിട്ടി. കാരണം എനിക്ക് മുന്നേ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സാരില്ല, കുഴപ്പമില്ല. ടാറ്റാ. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, നമ്മുടെ സെക്യൂരിറ്റി കഴിഞ്ഞു. ഇനി ഇപ്പോൾ അതേ ഡ്യൂട്ടി ഫ്രീയുടെ അവിടെ എത്തി. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഓൾറെഡി നമ്മൾ ഡ്യൂട്ടി ഫ്രീ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടിരുന്നു, അത് കളക്ട് ചെയ്യണം. I think I'll go with this. You like that one? Yeah. Was it that one? No. That wasn't that. It was this one. You're right. 299. ഞാനിത് ഇപ്പോൾ കഫറ്റീരിയയുടെ അവിടെ എത്തി. കഫറ്റീരിയയിൽ കയറി കുറച്ച് എന്തെങ്കിലും കുടിക്കാം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് തൊണ്ടയൊക്കെ ഡ്രൈ ആയ പോലെ, പുറം കാണിച്ചിട്ടെടുക്കുന്ന ഡ്രൈ ആയ പോലെ. ഇപ്പോൾ ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു മോക്ക. ഇനി അത് കുടിച്ച് കുറച്ചേരം ഇവിടെ ഇരിക്കാം. കാരണം ഇപ്പോൾ സമയം 8:30 ആവുന്നുള്ളൂ. ഒരു 9 മണിയാകുമ്പോഴേക്കൊക്കെ 9:15 ആകുമ്പോഴേക്കൊക്കെ അവിടെ എത്തിയാൽ മതി. പിന്നെ എനിക്ക് സീറ്റ് മിഡിൽ സീറ്റാണ്, അപ്പോൾ അതൊന്ന് മാറ്റാൻ പറ്റുമോ നോക്കണം. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരിക്കും. അപ്പുറത്തിപ്പുറത്തും ആളിരിക്കുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കും? നമ്മൾ അപ്പോൾ ഇതേ ഇനി ഗേറ്റിലോട്ട് പോവാണ്. അപ്പോൾ ഗേറ്റ് 5 ആണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോണേ, എങ്ങടാ പോണേ, എന്തിനാ പോണേന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെയായിട്ടും. ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് സമാധാനത്തോടെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എങ്ങോട്ടാണ് പോണേ, ഞാൻ ഇങ്ങനെ എടുക്കുന്നത് വെച്ചാൽ എനിക്ക് ബാക്കിൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു get their faces on the camera because usually airports and malls അതെല്ലാം private properties ആണ്. So it's not allowed to publicly vlog. So yeah, നമുക്ക് നമ്മുടെ ഫേസ് മാത്രമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് പബ്ലിക്കിൻ്റെ ഫേസ് വരുന്നത് ഇറ്റ്സ് നോട്ട് ലീഗലി റൈറ്റ്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു വന്നത്, സോ ഐ എം ട്രാവലിംഗ് ബാക്ക് ഹോം. സോ ആഫ്റ്റർ 1.5 years കഴിഞ്ഞിട്ട് ഞാനിതേ തിരിച്ച് നാട്ടിലോട്ട് വരികയാണ്. ആൻഡ് ഇറ്റ്സ് ഗോണ ബി എ ലോങ് വെക്കേഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഓക്ലാൻഡ് ടു സിംഗപ്പൂർ ടു കൊച്ചി, അങ്ങനെയാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. സോ ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് ഫ്രം ഓക്ലാൻഡ് ടു സിംഗപ്പൂർ, എയർ ന്യൂസിലാൻഡ് ആണ്. അത് കഴിഞ്ഞ് സിംഗപ്പൂർ ടു കൊച്ചി സിംഗപ്പൂർ എയർലൈൻസ്. അപ്പം ഐ ആം സോ എക്സൈറ്റഡ്. സോ ഒരു ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഞാൻ വരുന്നത് അറിയാം, ബിക്കോസ് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ബട്ട് അവർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ജൂലൈ ഫസ്റ്റ് വീക്ക് വരുന്നതാണ്. ബട്ട് ദിസ് ഇസ് ജൂൺ ലാസ്റ്റ് വീക്ക്. ഇന്ന് ജൂൺ 23rd ആണ്. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഡേറ്റ് വെച്ചിട്ട് പറയാൻ കാരണം അതിനുശേഷം 2 days കഴിഞ്ഞിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പം ഇന്ന് ജൂൺ 23rd ആണ്. അപ്പോൾ ഇതേ ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഓൾമോസ്റ്റ് ഒരു 45 minutes ഞാൻ ഫ്ലൈറ്റ് കയറും, ബോഡിയും. കാരണം ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കുറേ കാലമായി. എനിക്ക് ഫസ്റ്റ് ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ട് ഞാനൊരു 8 months കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്തിരുന്നു. ബട്ട് അപ്പം എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നാട്ടിൽ വന്നിട്ട് അപ്പത്തിന് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം കുറേ മാസങ്ങൾക്ക് ശേഷം, ഓൾമോസ്റ്റ് ഒരു 1.5 years കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നോക്കാം. പിന്നെ ഞാൻ എൻ്റെ സീറ്റ് ഇവിടെ വന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ച് മാറ്റിച്ചിട്ടുണ്ട്. നോക്കാം, വിൻഡോ തന്നു തോന്നുന്നു. വിൻഡോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇറ്റ്സ് സോ ഗുഡ്. ഫൈനലി ഞാൻ ഫ്ലൈറ്റ് കയറി ആൻഡ് ഐ ഗോട്ട് എ വിൻഡോ സീറ്റ്.
4 ആയി വരുന്നുള്ളൂ. ഇവിടെ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇപ്പോൾ ഇവിടുന്ന് ഓക്ലാൻഡിൽ നിന്ന് സിംഗപ്പൂർ വരെ ഓൾമോസ്റ്റ് ഒരു 11 hours നമുക്ക് ജേർണി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ചൊരു വെതർ, കുറച്ച് മഴയും അതുപോലെ കുറച്ച് ക്ലൗഡി ആയിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങ് പോയി നല്ല അടിപൊളി സ്കൈയും നല്ല അടിപൊളി ക്ലൗഡ്സൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് ആദ്യം തന്നെ അവർ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് മീൽ കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് ഇന്ത്യൻ ഫുഡായിരുന്നു നമുക്ക് വന്നതെല്ലാം. നമ്മൾ ഓക്ലാൻഡിൽ നിന്ന് കയറിയത് കൊണ്ട് നമുക്ക് ഓക്ലാൻഡ് ടൈമിലായിരിക്കും ഈ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഫുഡൊക്കെ അവർ തരിക. അപ്പോൾ നമ്മൾ മോർണിംഗ് കയറിയത് കൊണ്ട് മോർണിംഗ് കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് ഒരു ഉച്ചയാവാറായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അവർ ലഞ്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ ലഞ്ചിന് ഈ പറഞ്ഞ പോലെ ഡെസേർട്ടായിട്ടൊരു ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലൊരു ബണ്ണും അതുപോലെ ബട്ടറും, പിന്നെ നമ്മുടെ മെയിൻ ഡിഷായിട്ട് ഒരു ബട്ടർ ചിക്കൻ റൈസ്. ഏകദേശം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡായിരുന്നു. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചിരുന്നു. കാരണം എനിക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ മോർണിംഗ് ഒന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നോൺ വെജ് തന്നെയാണ്. ബട്ടർ ചിക്കനൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് മീലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഓരോ ഡ്രിങ്ക്സും ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നോക്കിയപ്പോൾ ഓസ്ട്രേലിയ എത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു ശരി ഒന്ന് ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിരിക്കാം, ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ആവട്ടെ. കാരണം ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര നമുക്ക് ആ പ്രഷർ കാരണം മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓസ്ട്രേലിയയുടെ പകുതി ക്രോസ് ആയി കഴിഞ്ഞു. ഇനി സിംഗപ്പൂർ എത്താൻ ഓൾമോസ്റ്റ് ഒരു 4 hours കൂടിയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഡിന്നർ അവർ കൊണ്ടുവന്നു തന്നു. ഫസ്റ്റ് കഴിച്ച മീല് പോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു മീല് തന്നെയായിരുന്നു. കുറച്ച് ഡെസേർട്ടും അതുപോലെ സാലഡ്സൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ദേ കഴിച്ചൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് സിംഗപ്പൂർ എത്താറായി. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഐലൻഡ്സ് പോലത്തെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. എനിക്കിത് ഈ ഒരു ചിക്കനും പിന്നെ അത് ഈ ഒരു ഡെസേർട്ടും എന്തോ ഒരു പായസം പോലത്തെ ഒരു സംഭവമായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴേ നമ്മളിത് ലാൻഡ് ചെയ്തു. ഒരു 1.5 ലാൻഡിങ് ആയിരുന്നു. ഈശ്വര, കുലുങ്ങി ഈ കാണുന്നതെല്ലാം ഭയങ്കര കുലുങ്ങി നമ്മൾ ഇറങ്ങിയതാണ്, അല്ലാതെ എൻ്റെ കൈ വിറച്ചതല്ല. അത്രയും ടർബുലൻസ് ആയിരുന്നു ഇറങ്ങുമ്പോൾ. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് സമയമുണ്ട് എനിക്ക്, പക്ഷെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഭയങ്കര വലിയ വീഡിയോ ആവും. നമുക്ക് സിംഗപ്പൂർ പിന്നെ എപ്പോഴും കാണാം. എന്നാലും അടുത്ത് തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ അടിപൊളി ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റപ്പൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം. കൊള്ളാം. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഞാൻ ട്രാൻസിറ്റ് ടെർമിനലിലാണ്. ഞാൻ ട്രെയിൻ എടുത്ത് മറ്റേ നല്ല ഭംഗിയുള്ള ടെർമിനൽ ഉണ്ടല്ലോ, അവിടെ പോയാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് വയ്യ തീരെ. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് ഓർത്തു. കാരണം നല്ല കോൾഡ് ഭയങ്കരമായിട്ട് കൂടി. ഫ്ലൈറ്റിലിരുന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് താഴെ എത്തിയപ്പോൾ ഭയങ്കര കോൾഡ്. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ റെസ്റ്റ് എടുക്കാം. കാരണം അടുത്ത ഫ്ലൈറ്റ് നമ്മൾ നേരെ കൊച്ചിയിലോട്ട് സിംഗപ്പൂർ എയർലൈൻസിൻ്റെയാണ്. അപ്പോൾ അത് കയറിയിട്ട് കാണാം. ഇനിയിപ്പോൾ ഈ സ്കൈ ട്രെയിൻ കയറിയാലാണ് നമുക്ക് മറ്റേ വെള്ളച്ചാട്ടമുള്ള ഇതൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ അത് കയറുന്നില്ല. ഇന്നത്തെ ലാൻഡിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ ടേൺ അറൗണ്ട് എടുത്തു. എനിക്ക് തോന്നുന്നു ഭയങ്കര വിൻഡ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലൗഡി ആയിരുന്നു. 2-3 തവണ ടേൺ അറൗണ്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ലാൻഡ് ചെയ്യുമ്പോൾ അങ്ങ് കുലുങ്ങി മൊത്തം ടെർബുലൻസ് ആയിരുന്നു. അതെ, ഇതുപോലെ ഭയങ്കരമായിട്ട് അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ എന്തോ അടിപൊളി പൈലറ്റ് ആയതുകൊണ്ട് സൂപ്പറായിട്ട് നമ്മളെ ലാൻഡ് ചെയ്യിപ്പിച്ചു. ആണ് നമ്മുടെ ട്രാൻസിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ട്രാൻസിറ്റ് ഇതിൽ കൂടെ നമ്മൾ പോയിട്ട് വേണം നമ്മുടെ ട്രാൻസിറ്റ് ഗേറ്റിലോട്ടെത്താൻ.
അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് ഓർത്തു. ഇവിടെ കുറച്ച് ഡ്യൂട്ടി ഫ്രീ സാധനങ്ങളും അതുപോലെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്തായാലും അവിടെ ഇരിക്കണേക്കാട്ടും ഒന്നെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഇനി വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസയും ഇല്ല സ്ഥലവും ഇല്ല, കാരണം എൻ്റെ പെട്ടി ഫുള്ളാണ്. ഓക്ലൻഡിൽ നിന്ന് ഞാൻ ഒരുവിധം നിറച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത ആൾ സിംഗപ്പൂർ വരുമ്പോൾ വാങ്ങാം. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കറങ്ങി കണ്ട് നോട്ട് ചെയ്ത് വെക്കാം. ജിതിൻ്റെ കൂടെ വരുമ്പോൾ ജിതിനെ കൊണ്ട് വാങ്ങിച്ചിട്ടില്ല. ഇത്രയും കണ്ട ചെറിയൊരു രാജ്യത്ത് എൻ്റെ പൊന്നെ ഇനി ഇല്ലാത്ത ഒന്നുമില്ല. ഭയങ്കര അടിപൊളി തന്നെ കേട്ടോ, സൂപ്പർ. ഒരുവിധം എല്ലാ ഷോപ്സും ഉണ്ട്. എന്നെപ്പോലുള്ള ഷോപ്പ് ഹോളിക്സ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങ് പെട്ടുപോകും ചിലപ്പോൾ. വിസയൊന്നും ഇല്ല, പാസ്പോർട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കും ചിലപ്പോൾ. പക്ഷേ അടിപൊളിയാണ് സിംഗപ്പൂർ. ഭയങ്കര ചെറിയൊരു രാജ്യമാണെങ്കിൽ കൂടി അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ അവരുടെ ബാക്കി കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഞാനത് വിജയകരമായി നാട്ടിലെത്തി. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. അച്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയൻ അവൻ എന്നെ കൊണ്ടുവരാൻ വരും. വീട്ടിലൊന്നും പറയരുതെന്നാ പറഞ്ഞിരിക്കണേ. എനിക്ക് ചൂടെടുക്കണം ഇപ്പോൾ. എന്ത് ഒരു ചൂടല്ല, ഒരു ഉഷ്ണം എന്നൊക്കെ പറയില്ലേ, പറ്റുന്നില്ല എനിക്ക്. ഒരു സുഖമില്ല. ഓൾറെഡി എനിക്ക് മൊത്തം സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട്, എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ വേദന എടുക്കേണ്ട സ്കിന്നൊക്കെ. എന്തായാലും വീട്ടിൽ പോയിട്ട് എല്ലാവരും സർപ്രൈസ് ചെയ്യാനാണ്. ഇപ്പോൾ സമയം ന്യൂസിലാൻഡിൽ 5:15. ഇന്നലെ രാത്രി 5 മണിക്ക് എണീറ്റിട്ടാണ് ഞാൻ റെഡി ആയത്. എന്ന് വെച്ചാൽ ഒരു 24 മണിക്കൂറായി ഞാൻ ഇപ്പോൾ യാത്രയിലാണ്. 24 hours നിർത്താതെയുള്ള യാത്രയാണ്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്താൻ ഒരു 2 മണിക്കൂറും കൂടി എടുക്കും. അപ്പോൾ ഒരു 24, 26, 27 ഒരു 30 മണിക്കൂർ യാത്ര. ഉറങ്ങിയിട്ടുമില്ല ഞാൻ. എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം. ഞാൻ എൻ്റെ ഇടയിലൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള ക്ഷമയും ഇല്ല. വയ്യ, ക്ഷീണിച്ചു ഞാൻ മൊത്തത്തിൽ. പെണ്ണ് കല്യാണ പെണ്ണ് അതെ, ഞാൻ വന്നിട്ട് ആദ്യം കാണുന്നത് നിന്നായിരിക്കും. ഞാനിങ്ങനെ പിടിച്ചിരിക്കായിരുന്നു. എടി പെട്ടെന്ന് പോയോ, നീ അധികം നേരം നിക്കണ്ടായി. അയ്യോ എന്നെ കണ്ടുപിടിച്ച അങ്ങനെ ഇതേ നമ്മുടെ സർപ്രൈസ് വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഞാൻ. അച്ഛനും അമ്മയും ഭയങ്കരമായി ഞെട്ടി. ഞാൻ ഇത്രയും എക്സ്പ്രഷൻസ് അവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവരെക്കാൾ കൂടുതൽ ഞാൻ ഞെട്ടിയെന്ന് പറയാം. അപ്പോൾ ഞാനും ഹാപ്പി, അവരും ഹാപ്പി. എന്തായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് വഴിയും ഞെട്ടിക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.